ഒന്നുമായിട്ടില്ല. കുറച്ചു നേരമായി തീയില്ലാതൊക്കെ ഇരിക്കുകയായിരുന്നു. ഇത് വേഗട്ടെ, അപ്പം തീയെല്ലാം കെടും. പപ്പാതിയായിട്ടിരിക്കട്ടെ അടപ്പ്. രാവിലെ നമ്മുടെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കുറേയേറെ പാത്രങ്ങളുണ്ടായിരുന്നു. പിന്നെ കുന്നുകൂട്ടിയിട്ടിരുന്നാൽ എനിക്ക് ഇരട്ടിപ്പണിയാകും. ഞാൻ പിന്നെ മുറ്റത്ത് വെച്ച് കഴുകി അത് വെയിലത്തെ ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. വെയിലൊന്നുമില്ല പക്ഷേ ഇന്ന്. പിന്നെ അത് തോർന്ന് കിട്ടുമല്ലോ. ഒന്ന് തോർന്ന് കിട്ടുമ്പോഴേ വീട്ടിൻ്റെ അകത്തെ പാത്രം ഇരിക്കുന്നിടത്ത് അടുക്കി വയ്ക്കുക. ഇന്ന് കിട്ടിയ മീൻ എനിക്ക് ഇതാണ്. കണ്ണൻ കൊഴുവാന്നും കണ്ണനയിലെന്നും ഒക്കെ പേരുണ്ട് ഇവിടെ പറയും. അപ്പോഴേ ഇതൊന്ന് വെട്ടിയെടുക്കണം, കറി വയ്ക്കണം. അപ്പോഴേ ഞാൻ മീനെല്ലാം വെട്ടിയിരുന്നേ. ഇതെല്ലാം മീൻ മസാലയെല്ലാം കൂടി ചേർത്ത് ഞാൻ അടുപ്പയിലോട്ട് വെച്ചു. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടപ്പ് കൊണ്ട് മൂടി വയ്ക്കാം. ഇപ്പോഴേ ചീര അരിയുകയാണ്. ചീര ഒന്ന് അരിഞ്ഞെടുത്തതാണ്. ഇപ്പോഴെങ്കിലും അതിൻ്റെ ഇലകളൊക്കെ വലുതായിട്ടൊക്കെ കിടക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പൊടിയായിട്ട് ഇലകളൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോഴേ കറിക്ക് വേണ്ടി ഞാൻ കുറച്ച് പരിപ്പ്, ഒരു ചേമ്പ്, ചീമച്ചേമ്പെന്ന് പറയും ഇവിടെ, അതും പിന്നെ ലൗക്കി, അതും പച്ചമുളകും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച ശേഷം തേങ്ങയെല്ലാം കൂടെ, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇവ അരച്ച് നമുക്ക് ഒരു ഉടച്ച് കറി ചോറിന് വേണ്ടി തയ്യാറാക്കാം. അപ്പോഴേ ഇനിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിക്കാം. ഇവിടെ കറിക്ക് വേണ്ടി ഞാൻ തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, ചുവന്നുള്ളി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതേ സെയിം തന്നെയാണ് ഞാൻ ചീരത്തോരനും അരയ്ക്കാൻ എടുക്കുന്നത്. അങ്ങനെ കറിക്കകത്ത് അരപ്പുകളൊക്കെ ചേർത്ത് ഇളക്കി മിക്സാക്കി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം കടുക് വറുത്ത് എടുക്കണം. ഇപ്പോഴേ ഞാൻ ഈ ചേമ്പ് കഷ്ണങ്ങളൊന്നും ഉടച്ചിട്ടില്ല. എനിക്ക് ഉടയ്ക്കുന്ന ഇഷ്ടമല്ല. വേണ്ടുന്നവർക്ക് ഉടച്ചും എടുക്കാം. ചേമ്പിൻ്റെ കഷ്ണങ്ങൾ ഉടച്ചാൽ എന്താ കുഴപ്പമെന്നറിയാമോ? കൂടുതൽ അങ്ങ് ചാറ് കൊഴുത്തിരിക്കും. അതെനിക്കിഷ്ടമല്ല. ഇപ്പോഴേ ആവശ്യത്തിന് കൊഴുപ്പൊക്കെ ഉണ്ട് ഈ കറിക്ക്. ഇപ്പോഴേ അരച്ച് എടുത്തതിട്ടല്ലോ. ഇനിയും നമുക്ക് ഇതൊന്ന് തീ കൊടുത്ത് തിളപ്പിക്കാം. തിളപ്പിച്ചതിന് ശേഷം കടുക് വറുത്ത് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോഴേ ചീരത്തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടട്ടെ. പൊട്ടി കഴിയുമ്പോഴേ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തല്ലേ. കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. കടുക് പൊട്ടട്ടെ. അതിൻ്റെ ഇടയ്ക്ക് തീയെ കെട്ടുപോയായിരുന്നു. കെട്ടുപോയത് ഞാൻ അറിഞ്ഞേ ഇല്ല. ഒന്ന് വഴന്ന് വരുമ്പോഴേ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിട്ട് ഇളക്കി കൊടുക്കും. ഇപ്പം നമ്മുടെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. കൈകൊണ്ടൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾക്ക് കൂട്ടാനല്ലേ, സാരമില്ല.
ഇവിടെ തണ്ടൊക്കെ എളുപ്പം തണ്ടായിരുന്നു, ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് ചീര ഇലയോടൊപ്പം തന്നെ ഈ തണ്ടൂടെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ തണ്ട് മുന്നേ ഇട്ട് കൊടുക്കണമായിരുന്നു. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇലയിടഞ്ഞ് വാരിയിടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ തണ്ട് നല്ല എളുപ്പം തണ്ടാണ്, അത് കുരുകുരുകുരാന്നരിഞ്ഞതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഇലയെല്ലാം കൂടി ഇരുന്ന് വാടട്ടെ. അതിന് വേണ്ടി നമുക്ക് ഒരടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. അതിന് ശേഷം ഒന്ന് വാടി കഴിയുമ്പോഴേ അരപ്പിടാം. അപ്പോൾ ഇലയെല്ലാം നന്നായി വാടിയിട്ടുണ്ട്. ഇനിയും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിലേക്ക് ഞാൻ ഉപ്പുപൊടി ഇട്ട് ഇളക്കി വെച്ചിരുന്നതായിരുന്നു, അതോടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർക്കരുത്, ചേർത്താൽ കുഴഞ്ഞു പോകും. എല്ലാവർക്കും ചീരത്തോരൻ വെക്കാൻ അറിയത്തില്ലേ? ഞാൻ എൻ്റേതായ ശൈലിയിൽ വെക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോഴേ നമ്മുടെ ചീരത്തോരന് അടച്ചു കൊടുക്കാം. അപ്പം മുട്ടയൊക്കെ പൊരിച്ച് ഇതിൻ്റെ അകത്ത് ചിക്കി പൊരിച്ചൊന്ന് ചേർക്കുന്നതൊക്കെ നല്ലതുമാണ്. ഹെൽത്തി ഫുഡാകും, ഹെൽത്തി തോരനാകും. അതൊന്നും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, മുട്ടയൊന്നും. അതുകൊണ്ട് ഞാൻ ഈ ചീര തന്നെയാണ് വയ്ക്കുന്നത്. അപ്പം ഇരുന്ന് വേകട്ടെ, അതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഇപ്പോഴും നമ്മുടെ കറിക്ക് കടു വറുത്തെടുത്തു. അപ്പോൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. കറി റെഡിയായി ഇവിടെ ഇരിപ്പുണ്ട്. കത്തി മേളി വെച്ചേക്കുവാണോ? ആ, കൊതുക അല്ലേ? വലിയ കൊതുക് ഈ ചിരട്ടയിലെല്ലാം വെള്ളം ഇരിക്കുന്നോണ്ടാ. അങ്ങനെ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഇനിയും കഴിച്ചാൽ മതി. ആ, എന്നാ വാങ്ങിച്ചോ? നീ വാങ്ങിച്ചോ? ആഹാ, മമ്മി വാങ്ങിച്ചല്ലേ? പച്ചക്കറി മേടിച്ചോണ്ട് വന്നതാണ്. നമ്മുടെ പഠിക്കക്കൂടെ വണ്ടിക്കാർ പോയി പച്ചക്കറി മേടിച്ചോണ്ട് വന്നു. ഒരു നാരങ്ങ മേടിച്ചു അച്ചാറിടാനായിട്ട്. ഇതിനി കഴുകി ഒന്ന് ചെത്തിയെടുക്കാം. പാവയ്ക്ക ദാ പാവയ്ക്ക എനിക്കിഷ്ടമല്ല, എങ്കിലും എന്തെങ്കിലും വേണ്ടേ? ഇനി പാവയ്ക്ക മേടിച്ചതാണ്. ഭയങ്കര വിലയാണ്, എന്തോ ഒരു വിലയാണ്. പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയാണ്. ഞാനൊക്കെ കുറച്ച് മേടിച്ചു. ഇതൊന്നും ചെത്തിയെടുക്കട്ടെ. ചെത്തിയെടുത്ത് ഇന്ന് തന്നെ അങ്ങ് അച്ചാറിട്ടേക്കാം. പഴുത്ത നാരങ്ങയാണ്. ചിലർ തൊലിയൊന്നും കളയത്തില്ല, പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉരുമ്മിച്ചെത്തുന്നുണ്ട് തൊലി. പിന്നെ അതിനെയും അടുത്ത വീഡിയോയിൽ ഒരു പക്ഷേലിടാം.
ഞാൻ 8 പാല് വെയിലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് വെയിൽ കുറവായിരുന്നു, മങ്ങിയും ഇടയ്ക്ക് ഒന്ന് വെയിൽ തെളിഞ്ഞും ഒക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥ. അപ്പോൾ ഞാൻ എന്തുവായാലും പുറപ്പുറത്ത് നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെയിൽ മങ്ങിയപ്പോൾ സന്ധ്യ വൈകാറായി ഞാനത് വാരി വെക്കുകയാണ്. പതിവ് പോലെ എൻ്റെ ആ ജോലിയും ചെയ്ത് തീർത്തിട്ട് ഇന്ന് നമ്മുടെ ജോലി ഇവിടെ തീർക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.